Hi all, this is me Anu, OET trainer plus Academy Tiruvalla. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET റൈറ്റിംഗിന്റെ റെക്കമെൻഡേഷൻ പാരഗ്രാഫും ക്ലോസിംഗ് പാരഗ്രാഫും എങ്ങനെ എഴുതണം എന്നാണ്. സോ നമ്മൾ കഴിഞ്ഞ കുറച്ച് സീരീസ് ഓഫ് വീഡിയോസിൽ OET റൈറ്റിംഗിന്റെ പല പാരഗ്രാഫ് എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു. നമുക്ക് ഇന്ന് റെക്കമെൻഡേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റെക്കമെൻഡേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പേഷ്യന്റെ പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബാക്കി 3 പാരഗ്രാഫിനും നിർബന്ധമാണ് പേഷ്യന്റെ പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് വേർഡ്സ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. കൈൻഡ്ലി, പ്ലീസ്, പ്ലീസ് നോട്ട് കോമ, കൈൻഡ്ലി നോട്ട് കോമ, പ്ലീസ് നോട്ട് ദാറ്റ്, കൈൻഡ്ലി നോട്ട് ദാറ്റ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു, ഇറ്റ് ഈസ് വൈറ്റൽ ടു, ഇറ്റ് ഈസ് എസെൻഷ്യൽ, ഇറ്റ് ഈസ് ബെനഫിഷ്യൽ, ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് ടു, ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു, ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ് ടു, ഓഫ് നോട്ട് കോമ. ഇങ്ങനത്തെ കുറച്ച് കോമൺ വേർഡ്സ് വെച്ച് നമുക്ക് റെക്കമെൻഡേഷന്റെ ഓരോ സെന്റൻസും സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ അകത്ത് പ്ലീസ് നോട്ട്, കൈൻഡ്ലി നോട്ട്, ഓഫ് നോട്ട് ഈ 3 വേർഡ്സും കഴിഞ്ഞാൽ കോമ ഇടാൻ മറക്കരുത്. പിന്നെ നമുക്ക് വരുന്നത് ക്ലോസിംഗ് പാരഗ്രാഫ് ആണ്. ക്ലോസിംഗ് പാരഗ്രാഫിനകത്ത് നമ്മളൊരു കോമൺ സെന്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇഫ് യു ഹാവ് എനി ക്വയറീസ് കോമ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ, അല്ലെങ്കിൽ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ ഇഫ് യു ഹാവ് എനി ക്വയറീസ്. അങ്ങനെ എഴുതുവാണെങ്കിൽ ഇടയ്ക്ക് കോമ പാടില്ല. ഇഫ് യു ഹാവ് എനി ക്വയറീസ് കോമ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. ഈ 2 സെന്റൻസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് ക്ലോസിംഗ് പാരഗ്രാഫിന് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ സിൻസിയർലി ആണ്. അതിൻ്റെ അകത്ത് റീഡറിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കേസ് നോട്ടിൽ റീഡറിന്റെ നെയിം കൊടുത്തിട്ടുണ്ട് എങ്കിൽ സിൻസിയർലി യൂസ് ചെയ്യാം. റീഡറിന്റെ നെയിം കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് അവിടെ ഫെയ്ത്ത്ഫുള്ളി യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഒരു ലീവ് എ ലൈൻ, ദെൻ നെയിം ആൻഡ് ജോബ് ടൈറ്റിൽ. ഇത്രയാണ് നമുക്ക് OET റൈറ്റിംഗിന്റെ റെക്കമെൻഡേഷൻ പാരഗ്രാഫിലും ക്ലോസിംഗ് പാരഗ്രാഫിലും വരുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.